ഭഗവാൻ പരശുരാമൻ ക്ഷത്രിയരുടെ അധർമ്മത്തിന്റെ വർധനവ് കണ്ട് അതിനവസാനം വരുത്തുവാൻ വേണ്ടി പല തവണയായി ക്ഷത്രിയ കുലത്തിനെ വധിക്കുന്നു. ക്ഷത്രിയകുലം പൂർണ്ണമായി നശിപ്പിച്ചതിനു ശേഷം അദ്ദേഹം രക്തം കൊണ്ട് 5 തടാകങ്ങൾ നിർമ്മിച്ചു. അതാണ് സമന്ത പഞ്ചകം. കോപം തെല്ലുമടങ്ങാത്ത ഭാർഗവരാമൻ അതിൽ നിന്നുകൊണ്ട് തന്റെ പിതൃകൾക്ക് രക്തം ബലി നൽകുകയും ചെയ്തു. പരശുരാമന്റെ പൂർവികനായ ഋചികന്റെ പിതൃ അവിടെ പ്രത്യക്ഷമാകുകയും ധീരതയോടെ നേടിയ കാര്യവും നൽകിയ ബലിയും ഞങ്ങളെ സംപ്രീതരാക്കിയെന്നും എന്ത് വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളാനും അങ്ങയുടെ ദേഷ്യം ശമിപ്പിക്കണമെന്നും പറയുന്നു. ക്ഷത്രിയരെ വധിച്ചതിന്റെ പാപം എനിക്കുണ്ടാകരുതെന്ന് ആവശ്യപ്പെട്ട ഭാർഗവരാമൻ ഒരു വരം കൂടി വാങ്ങി. താൻ നിർമ്മിച്ച ഈ 5 തടാകങ്ങളും പുണ്യസ്ഥലങ്ങളുടെ പേരിൽ സിദ്ധിയാർജിക്കണം. അങ്ങനെയാകട്ടെ, നിന്റെ കോപം അടങ്ങട്ടെ എന്ന് അനുഗ്രഹിച്ച് ഋചികൻ മറഞ്ഞതോടെ പരശുരാമൻ ക്രമേണ ശാന്തനായി. അന്നു മുതൽ 5 തടാകങ്ങളുള്ള ഈ സ്ഥലം വിശുദ്ധമായി കണക്കാക്കപ്പെട്ടു. സമന്ത പഞ്ചകം തീർത്ഥഘട്ടങ്ങളിൽ പ്രധാനമായിരുന്നു. ഇതേ സ്ഥലത്താണ് പിന്നീട് ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ കൗരവരും പാണ്ഡവരും തമ്മിൽ നടന്ന മഹത്തായ യുദ്ധം മഹാഭാരതം അരങ്ങേറിയത്. 18 അക്ഷൗഹിണികളും തമ്മിൽ നടന്ന യുദ്ധത്തിൽ സർവനാശമായിരുന്നു ഫലം. ലോകം മുഴുവനും തന്നെ മഹാഭാരത യുദ്ധത്തിലൂടെ ഈ സ്ഥലം ഓർത്തിരിക്കുന്നു.